ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഫഹ്മൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വലിവാലിദീന വലിമുസന്നിഫി ഹാദൽ കിതാബി വർഹംഹും ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നമ്മൾ ഈ തുടങ്ങാൻ പോകുന്നത് അവാമിലാണ്. നഹ്വിൻ്റെ കിതാബിൽ ആദ്യമായിട്ട് നമ്മുടെ പള്ളി ദർസുകളിൽ നൂറ്റാണ്ടുകളായി ആദ്യം ഓതുന്നത് അവാമിലാണ്. സൊറഫിൽ മീസാൻ തുടങ്ങുന്നത് പോലെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിറുൽ ജുർജാനി റളിയല്ലാഹു അൻഹു ആണ് ഇത് രചിച്ചത് എന്നാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ അഭിപ്രായം. ബഹുമാനപ്പെട്ട ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അറബി ഭാഷ സംസാരിക്കുവാനും ഒരാൾ പറഞ്ഞത് വേറൊരാൾക്ക് മനസ്സിലാകുവാനും നഹ്വിൻ്റെ കായികയോ മറ്റോ സൂക്ഷിച്ചോളണം എന്നൊന്നുമില്ല. മലയാളികളായ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ പലപ്പോഴും മലയാളത്തിൻ്റെ ഗ്രാമർ പാലിക്കാതെ സംസാരിച്ചാലും പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ അള്ളാഹുവിൻ്റെ കലാമാവുന്ന പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മഹാന്മാരായ അയിമ്മത്തുകൾ രചിച്ചിരിക്കുന്ന കിതാബുകളും കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ അഹ്കാമുകളും വിഷയങ്ങളും ശരിക്കും മനസ്സിലാക്കണമെങ്കിലും നഹ്വിൻ്റെ കായിക നിർബന്ധമാണ്, വളരെ വളരെ നിർബന്ധമാണ്. അതില്ലാതെ ഇതിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിന് വിപരീതമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ വരെ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മഅ്തൂഫലൈ മാറിയാൽ കറാഹത്ത് ഹറാമാകും, ഹറാമു ചിലപ്പോൾ ഉജൂബാകും. അതുപോലെ തന്നെ ലമീർ മടക്കുന്നത് അത് യഥാർത്ഥ മർജിലിഹി അല്ലാത്തതിലേക്ക് ലമീർ മടക്കി പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഫിഖ്ഹിൻ്റെ കിതാബ് മറിച്ച് അർത്ഥം വെക്കുമ്പോൾ നേരെ വിപരീതമായിരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നഹ്വിലെ നിയമപ്രകാരം അത് വായിക്കേണ്ടതുപോലെ വായിച്ച് അതിൻ്റെ യഥാർത്ഥമായ തോഫ് സിഫത്താണോ ഹാലാണോ തമ്മീസാണോ മുളാഫിലയാണോ എല്ലൊക്കെ മനസ്സിലാക്കി റെഡിക്ക് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്കൊരിക്കലും കിതാബ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സംസാരിക്കാം, പക്ഷേ കിതാബ് കൈകാര്യം ചെയ്യണമെങ്കിൽ അവൻ നഹ്വിൻ്റെ കായിക അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ പഠിക്കണം. അങ്ങനെ അയിമ്മത്ത് കിതാബിൽ എഴുതി വെച്ചതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം യഥാവിധി നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞു പോയ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട്. തെർക്കീബും ഇറാബും വെച്ച് പഠിക്കുന്നൊരു ശൈലി. അതാണ് പള്ളി ദർസുകളിൽ പാരമ്പര്യമായി വരുന്ന ശൈലി. ഇന്ന് കോളേജുകളിൽ പലതിലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മൾ തെർക്കീബും ഇറാബും ഫെയിലും ഫായിലും തിരിച്ചുള്ള ഒരു പഠനമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യവും കൂടി പറയട്ടെ. ഇന്ന് ബിദഅത്തിൻ്റെ അഹ്ലുകാർ വരെ അംഗീകരിച്ചൊരു കാര്യമാണ് തെർക്കീബും ഇറാബും വെച്ചുള്ള. പണ്ട് സഞ്ചാനിൽ വാവർ ലൈഫ് ഇറക്കുന്ന നമ്മത്ത് കവി പോലുള്ള ശൈലിയിൽ പണ്ട് പറഞ്ഞു പഠിച്ചിരുന്ന രീതിയിൽ മീസാനും അജ്നാസും സഞ്ചാനും അവാമിലും പഠിച്ചുകൊണ്ട് അറബി കൈകാര്യം ചെയ്തെങ്കിലേ കിതാബ് കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്ന് ഇന്ന് ബിദഅത്തുകാരും അംഗീകരിക്കുന്നു. പക്ഷേ അതുപോലെ പഠിക്കാനും അതുപോലെ പഠിക്കാനും തയ്യാറുള്ള ഒരു വിഭാഗത്തെ അവർക്ക് ലഭിക്കുന്നില്ല എന്നത് ഇന്ന് ബിദഅത്തുകാർക്ക് പറ്റിയ വലിയ ഒരു പ്രശ്നമാണ്. എന്നാൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ പരമാവധി ഇന്ന് അത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് ഞാൻ തുടങ്ങുന്നു.
അത് തെർക്കീബ് മാത്രം വെച്ച് നോക്കുക. നമ്മുടെ ഇറാബ് ചേർത്തി പിന്നെ വെക്കാം. ബ അർഫ് ജാർ, ഇസ്മി മജ്റൂർ, ബാവിൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കൽപ്പിക്കൽ അബ്തദിഉ. അല്ലാഹി മുളാഫുൻ ഇലൈഹി, അർറഹ്മാനി സിഫ, റഹ്മാനായ അള്ളാഹു, അർറഹ്മാനി സിഫത്ത്. പിന്നെ ഇങ്ങനത്തെ അള്ളാഹു ആണ് റഹീമി, റഹീമുമായ അള്ളാഹു, അത് സിഫത്തും ബാദ സിഫത്ത്. അൽഹംദു, എല്ലാ ഹംദുമാകുന്നത് ലില്ലാഹി അള്ളാഹുനിക്കാണ്. അൽഹംദു മുബ്തദ, ലില്ലാഹി ലാം ഹർഫ് ജാർ, അല്ലാഹി മജ്റൂർ. ജാറ് മജ്റൂറിൻ്റെ മജ്മൂഅ്, അൽഹംദു എന്ന മുബ്തദഇൻ്റെ ഖബർ, ലാമിൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കല്പിക്കൽ സാബിത്ത് അല്ലെങ്കിൽ കായിൻ. റബ്ബിൽ ആലമീന, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനിക്കാണ്. റബ്ബി സിഫത്ത്, മൗസൂഫ് അല്ലാഹി എന്നത്, അല്ലാലമീന മുളാഫുൻ ഇലൈഹി. ഇനി നമുക്ക് ഇറാബ് ചേർത്തി വെച്ച് നോക്കാം. ബിസ്മില്ലാഹി, ബാ ഹർഫ് ജാർ, കസറിൻ്റെ മേലിൽ മബിനി, മബിനിയാൻ കാരണം ഹർഫായിട്ട്. ഇസ്മി മജ്റൂർ, ലാഹിർത്ത കസറത്തുകൊണ്ട് ജറ്, ജറ് ചെയ്താമിൽ ബാ എന്ന ജാറ്, ബാവിൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കൽപ്പിക്കൽ അബ്തദിഉ. അല്ലാഹി മുളാഫുൻ ഇലൈഹി, ലാഹിർത്ത കസറത്തുകൊണ്ട് ജറ്, ജറ് ചെയ്താമിൽ ഇസ്മി എന്ന മുളാഫ്. അർറഹ്മാനി സിഫത്ത്, ലാഹിർത്ത കസറത്തുകൊണ്ട് ജറ്, ജറ് ചെയ്താമിൽ മൗസൂഫിലുള്ള ആമിൽ, മൗസൂഫ് അല്ലാഹി എന്നത്. അർറഹീമി സിഫത്തും ബാദ സിഫത്ത്, ലാഹിർത്ത കസറത്തുകൊണ്ട് ജറ്, ജറ് ചെയ്താമിൽ മൗസൂഫുള്ള ആമിൽ, മൗസൂഫ് അല്ലാഹി എന്നത്. ചില പള്ളി ദർസുകളിൽ സിഫത്തിൻ്റെ ഇറാബ് മൗസൂഫിൻ്റെ ഇറാബ് എന്നൊരു പ്രയോഗവും അധികം കേൾക്കാറുണ്ട്. അത് സംഗതി ശരിയാണെങ്കിലും നമ്മുടെ പാരമ്പര്യമായി പ്രയോഗത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാവിലത് വരാത്തത്. അൽഹംദു, എല്ലാ ഹംദുമാവുന്നത് മുബ്തദ, ലാഹിർത്ത ലമ്മത്തുകൊണ്ട് റഫ്, റഫ് ചെയ്ത ആമിൽ ഇബ്തിദാഅ്. ലില്ലാഹി ലാം ഹർഫ് ജാർ, കസറിൻ്റെ മേലിൽ മബിനി, മബിനിയാൻ കാരണം ഹർഫായിട്ട്. അല്ലാഹി മജ്റൂർ, ലാഹിർത്ത കസറത്തുകൊണ്ട് ജറ്, ജറ് ചെയ്ത ആമിൽ ലാം എന്ന ജാറ്. ജാർ മജ്റൂറിൻ്റെ മജ്മൂഅ്, അൽഹംദു എന്ന മുബ്തദഇൻ്റെ ഖബർ, മഹല്ലിൽ ലമ്മത്തുകൊണ്ട് റഫ്, റഫ് ചെയ്ത ആമിൽ അൽഹംദു എന്ന മുബ്തദ, ലാമിൻ്റെ മുതഅല്ലഖ് കളയപ്പെട്ടത്, സങ്കല്പിക്കൽ സാബിത്ത്. റബ്ബി സിഫത്ത്, ലാഹിർത്തായ കസറത്തുകൊണ്ട് ജറ്, ജറ് ചെയ്ത ആമിൽ മൗസൂഫിലുള്ള ആമിൽ, മൗസൂഫ് അല്ലാഹി എന്നത്. അല്ലാലമീന മുളാഫുൻ ഇലൈഹി, യാ കൊണ്ട് ജറ്, ജറ് ചെയ്ത ആമിൽ റബ്ബി എന്ന മുളാഫ്, യാ കൊണ്ടാൻ കാരണം ജംഉ മുദക്കർ സാലിമിനോട് ചേർക്കപ്പെട്ടതായതുകൊണ്ട്. ഏകദേശം 10-15ഓളം വാക്കുകൾ ജംഉ മുദക്കർ സാലിമിനോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഉലു, ആലമൂന, ഇല്ലിയൂന, അറലൂന, സിനൂന, ഇഷറൂന, ഇങ്ങനെ ഒരുപാട് ചേർക്കപ്പെട്ട ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ആലമൂന. അതുകൊണ്ടാണ് ആലമൂന എന്നത് ജറിന് നേരത്തെ ആലമീന എന്നായത്.